നമസ്കാരം. നാർസിസിസ്റ്റും സൈക്കോപതും അതുപോലെ തന്നെ ഡിസോസിയേറ്റീവ് മെൻറ്റാലിറ്റിയും അതുപോലെ ബൈപ്പോളാർ ഡിസോർഡർ ഇതെല്ലാം ചേർന്ന സൈക്കോസിസ് ഉള്ള ലോക പോലീസ് നായകൻ. അദ്ദേഹം ഒരു പ്രാവശ്യം പറയുന്നത് എന്താണെന്ന് അടുത്ത പ്രാവശ്യം പറയുന്നു. ബൈബിൾ പറയില്ല, അടുത്ത പ്രാവശ്യം മാറ്റി പറയും. ബൈബിൾ കൂടെ കൊണ്ട് നടക്കുന്നതെങ്കിലും എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഫ്രീ മേസൺ ഗ്രൂപ്പിൽപ്പെട്ട ആളാണെന്നാണ്. അദ്ദേഹത്തിൻ്റെ പല പ്രവൃത്തികൾ അങ്ങനെയാണ് തോന്നുന്നത്. ക്രിസ്ത്യൻ തത്വങ്ങൾക്ക് നിരക്കാത്തതാണ് അദ്ദേഹം കാണിച്ചു കൂട്ടുന്നതൊക്കെ. പിന്നെ സ്വന്തം രാജ്യത്തിൻ്റെ പരിരക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ജനങ്ങളെ ഇനിയെങ്കിലും പരിരക്ഷിച്ച് നിർത്തണം എന്ന് വിചാരിച്ച് അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ച നെതന്യാഹു. അദ്ദേഹത്തിന് എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല. അത് സ്വന്തം രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും സംരക്ഷണത്തിനാണ് അദ്ദേഹം ഇറങ്ങിത്തിരിച്ചത്. പിന്നെ ലോകം മുഴുവൻ ഇസ്ലാമാക്കണം, ലോകം മുഴുവൻ ഇസ്ലാമിസ്റ്റ് ലോകമാക്കണമെന്ന് വിചാരിക്കുന്ന കുറേ എക്സ്ട്രീമിസ്റ്റുകൾ, ഇവരുടെ ഇടയിൽപ്പെട്ട് ലോകം വിങ്ങുകയാണ്. സമാധാനപ്രിയരായ വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളെപ്പോലും അവിടെ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമാണ് അവർക്ക് അമേരിക്കൻ ബേസസ് കൊടുത്തിട്ടുള്ളത്, സൈനിക താവളം കൊടുത്തിട്ടുള്ളത്. അതിന് പകരമായിട്ടാണ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് അമേരിക്ക നിർത്തുന്നത്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ സമാധാനപ്രിയനാണ്, ഡെവലപ്മെൻറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. പക്ഷേ അവിടെയും മിസൈലുകൾ വീഴുന്നു, സാധാരണക്കാർ എന്താ പറ്റുന്നു. അതിനിടയിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഈ വെസ്റ്റ് ഏഷ്യൻ കൺട്രീസിലൊക്കെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒരിക്കലും വെളിയിലേക്ക് ഇറങ്ങരുത്, റോഡ് കണ്ട് ഈ മിസൈലുകൾ വരുമ്പോഴും മറ്റുമൊക്കെ അല്ലെങ്കിൽ ഡ്രോണുകൾ വരുമ്പോഴുമൊക്കെ അതിൻ്റെ പിക്ചർ എടുക്കാനും നോക്കരുത്. പക്ഷേ ഞാൻ ഇന്നലെ കണ്ട പല യൂട്യൂബേഴ്സിലും മലയാളികൾ നോക്കടാ അതാ വരുന്നു ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഫോണും കൊണ്ടിങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് നടക്കുന്നതാണ്. എന്താണ് ഈ മലയാളികളെ, അവന്മാരെന്താ പഠിച്ചത്? ഒരക്ഷരം പഠിച്ചതിൻ്റെ വിവേകവും ഇതും അവർക്കുണ്ടോ? എവിടെ ചെന്നാലും മലയാളി വലിയ ആളാവാൻ നോക്കുന്നു. ഇതാണോ നടക്കേണ്ടത്? നമ്മുടെ ഏറ്റവും വലിയ ഒരു കാര്യം ഞാൻ പറയട്ടെ, മുസ്ലിംസ് നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ്. അവരുടെ പെരുന്നാൾ അടുത്തിരിക്കുന്നു. അവർക്ക് വളരെയധികം അത്യാവശ്യമുണ്ട്, സാമ്പത്തികമായിട്ടുള്ള വളരെയധികം അത്യാവശ്യം അവർക്ക് ഉള്ള ഒരു സമയത്ത് ഇങ്ങനെ ഒരു യുദ്ധം വരുമ്പോൾ അവരെ ആയിരിക്കും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക, അല്ലേ? ആ മുസ്ലിം സഹോദരന്മാരാണ് ഏറ്റവും കൂടുതൽ മറ്റ് രാജ്യങ്ങളിൽ പോയി പല വർക്കുകൾ ചെയ്തും, എന്ത് വർക്കും അവർ ചെയ്യും, അങ്ങനെ വർക്കുകൾ ചെയ്ത് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ പരിപോഷിപ്പിച്ചതും ഇന്ത്യയെ സമ്പന്ന രാജ്യത്തായിട്ട് ഇല്ലെങ്കിൽ കേരളത്തെയെങ്കിലും സമ്പന്നമാക്കാൻ ശ്രമിച്ചതും. എന്നിട്ടിപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? അവരെയും എക്സ്ട്രീമിസ്റ്റുകളുടെ കൂടെ കൂട്ടാനും അതിനുള്ള ഒരു തന്ത്രം നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു നടത്തുന്നുണ്ട്. അതിൽ പാവപ്പെട്ട ചിലർ വീഴുന്നുമുണ്ട്, ഉമ്മമാരെ പോലും ഓർക്കാതെ ചിലർ വീഴുന്നുണ്ട്. ഇനി ഈ റംസാൻ മാസത്തിൽ ഇവർക്ക് കുറച്ച് സമാധാനം നൽകൂ. ഈ യുദ്ധമൊന്ന് വ്ളാഡിമിർ പുടിൻ്റെ എങ്കിലും സഹായത്തോടെ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ സഹായത്തോടെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരമെങ്കിലും ഈ യുദ്ധമൊന്ന് ശമിക്കട്ടെ. ഈ റംസാൻ നല്ലതായിട്ട് നമുക്ക് കൊണ്ടാടാൻ പറ്റട്ടെ. മുസ്ലിം സഹോദരങ്ങൾക്കും മറ്റുള്ളവർക്കും ഈ വെസ്റ്റ് ഏഷ്യയിൽ പണിയെടുത്ത് ശരിക്കും പറഞ്ഞ് ശരീരം ഇടിച്ചു മുറിച്ച് പണി ചെയ്യുകയാണ് ചെയ്യുന്നത്. എനിക്കറിയാം എൻ്റെ പല ഫ്രണ്ട്സിനെയും. എന്നിട്ട് അല്പമാണ് അവർ വിശ്രമിക്കുന്നത്. അങ്ങനെ വീട്ടുകാർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഈ പാവപ്പെട്ടവർക്ക് വേണ്ടിയും ഈ യുദ്ധമൊന്ന് അവസാനിക്കാനായിട്ട് ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ലോക നേതാവേ, ലോക പോലീസിൻ്റെ തലവ, നിങ്ങൾ ആദ്യം ഒരു അസൈലത്തിൽ പോകൂ, ട്രീറ്റ്മെൻറ്റ് നേടൂ.